ഇവിടെ ഈ ലേഡി തന്റെ മകനെ രക്ഷിക്കുന്നതിനായി തന്റെ മാജിക് പവർ യൂസ് ചെയ്ത് അവന്റെ മുതുകിലൊരു ചിറക് വരുത്തി അവനെ ദൂരേക്ക് അയക്കുന്നു. എന്നിട്ട് ദുഷ്ടശക്തികളുമായി ഫൈറ്റ് ചെയ്യുന്നു. പിന്നീട് അവനെ ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. അപ്പോൾ അവനൊരു കുരങ്ങനെ കാണുന്നു. അതവനോട് അമ്മ മരിച്ചെന്നും അവനെ ഇനി സംരക്ഷിക്കേണ്ടത് തന്റെ ചുമതലയാണെന്നും പറയുന്നു. അങ്ങനെ രാത്രി ആവുന്നതിന് മുൻപ് അവിടെ നിന്ന് അവർ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറുന്നു. പിറ്റേ ദിവസം അവർ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. ഇവന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പടച്ചട്ടയും ഹെൽമറ്റും വാളും അന്വേഷിച്ചാണ് ഇവർ പോകുന്നത്. ഇവർ നടന്നു പോകുമ്പോൾ ആരോ അവരെ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ആ കുരങ്ങൻ പുറകെ ഓടി വന്ന് നോക്കുമ്പോൾ അത് മനുഷ്യനെ പോലെയുള്ള ഒരു വലിയ വണ്ടാണ്. പിന്നീടുള്ള യാത്രയിൽ അതും അവർക്കൊപ്പം ചേരുന്നു. അങ്ങനെ അവർ ആദ്യം വാൾ കണ്ടെത്തുന്നു. അതിനുശേഷം പടച്ചട്ട അന്വേഷിച്ച് ഇവൻ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഇവനൊരു വിഷ്വൽ ഉണ്ടാവുന്നു. അതായത് ആ കുരങ്ങൻ യഥാർത്ഥത്തിൽ അവന്റെ അമ്മയാണ്. അങ്ങനെ വാളും പടച്ചട്ടയും കണ്ടെത്തിയവർ ഹെൽമറ്റ് കണ്ടെത്താനായി അടുത്ത സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വെച്ച് ഒരു ദുഷ്ടയായ സ്ത്രീ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവൻ മറ്റൊരു സത്യം കൂടി അറിയുന്നത്. ആ വണ്ട് യഥാർത്ഥത്തിൽ അവന്റെ അച്ഛനാണ്. ആ ദുഷ്ടശക്തികളാണ് അദ്ദേഹത്തെ ശപിച്ചൊരു വണ്ടാക്കി മാറ്റിയത്. ഇപ്പോൾ ഇവിടെ വെച്ച് ആ ലേഡിയുമായി നടന്ന ഫൈറ്റിൽ അവന്റെ അച്ഛനും അമ്മയും മരിക്കുന്നു.